നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിച്ച് ട്രംപ് ഭരണകൂടം. US ഉൽപ്പന്നങ്ങൾക്ക് അന്യായ ഇറക്കുമതി തീരുവ ഈടാക്കുമെന്ന് ആരോപിച്ച് ചുമത്തിയ പകരച്ചുങ്കമാണ് താൽക്കാലികമായി മരവിപ്പിച്ചത്. 90 ദിവസത്തേക്കുള്ള അടിസ്ഥാന പകരച്ചുങ്കം 10% മാത്രമായിരിക്കും. എന്നാൽ ചൈനയ്ക്ക് ഇളവ് നൽകാൻ തയ്യാറായിരുന്ന US ചൈനയ്ക്കുള്ള ഇറക്കുമതി തീരുവ 125% ഉയർത്തുകയും ചെയ്തു. വാർത്തകൾ വിശദമായി. പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിച്ചതോടെ US ഓഹരി വിപണിയിൽ തിരിച്ചുവരവ്. അമേരിക്കയുടെ പകരച്ചുങ്കത്തിന് പ്രതികാര ചുങ്കവുമായി ഇറങ്ങിയ ചൈനയുടെ ഇറക്കുമതി തീരുവ 104% ഉയർത്തി അമേരിക്കൻ നടപടി അമേരിക്കൻ വിപണിയിലും ഏഷ്യൻ യൂറോപ്യൻ വിപണികളിലും തകർച്ചയ്ക്ക് ഇടയാക്കിയിരുന്നു. വ്യാപാര യുദ്ധത്തെ തുടർന്ന് അമേരിക്കൻ വിപണി 2020 ശേഷമുള്ള ഏറ്റവും വലിയ വീഴ്ച നേരിട്ടു. ഇക്കാലയളവിൽ ഇന്ത്യൻ GDPയേക്കാൾ വലിയ നഷ്ടമാണ് അമേരിക്കൻ വിപണി നേരിട്ടത്. ഇതിന് പിന്നാലെയാണ് പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം. മഹാത്മാഗാന്ധിയുടെ ആശയദൃഢതയും സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രായോഗിക ശൗര്യവും ഒത്തിണങ്ങിയ പുതിയ കോൺഗ്രസിനെ കെട്ടിപ്പടുക്കുമെന്ന് അഹമ്മദാബാദ് AICC സമ്മേളനത്തിന്റെ പ്രഖ്യാപനം. 2025 കോൺഗ്രസിന്റെ പുനർജനി വർഷമായിരിക്കുമെന്നും അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയാത്തവർ വിശ്രമിക്കുകയും ചുമതലകൾ നിർവഹിക്കാൻ കഴിയാത്തവർ വിരമിക്കുകയും ചെയ്യണമെന്ന് ഖാർഗെ മുന്നറിയിപ്പ് നൽകി. പാർട്ടിയുടെ ആശയവും ഭരണഘടനയും പ്രതിരോധിക്കേണ്ട ഓരോ പാർട്ടി പ്രവർത്തകന്റെയും ഉത്തരവാദിത്വവും ചുമതലയുമാണെന്നും രാഹുലും പറഞ്ഞു. പുനഃസംഘടനയുടെ ഭാഗമായി DCCയുടെ AICCയുടെ കർശന മാർഗനിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമിക്കാൻ സമ്മേളനം തീരുമാനിച്ചു. ആശാസമരം തീരാതിരിക്കാൻ കാരണം സമരക്കാർ തന്നെയെന്ന് കുറ്റപ്പെടുത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആശാസമരം തീരണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ആശമാർക്ക് മികച്ച ഓണററി നൽകുന്ന സംസ്ഥാനമാണ് കേരളം. സമരം ആർക്കെതിരെ ചെയ്യണമെന്ന് സമരക്കാർ ആലോചിക്കണം. വേതനം കൂട്ടിയ സംസ്ഥാനത്തിനെതിരെ വേണോ അതോ ഒന്നും കൂട്ടാത്ത കേന്ദ്രത്തിനെതിരെ സമരം വേണോ എന്ന് ചിന്തിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മകൾ വീണയ്ക്കെതിരായ മാസപ്പടി കേസിന്റെ ലക്ഷ്യം താനാണെന്ന് പാർട്ടി തിരിച്ചറിഞ്ഞതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സേവനത്തിന് നൽകിയ പണമെന്ന് മകളും CMRL കമ്പനിയും പറഞ്ഞിട്ടുണ്ട്. CMRL നൽകിയ പണത്തിന്റെ GSTയും ആദായനികുതി അടച്ചതിന്റെ രേഖകളുമുണ്ട്. ഈ കേസ് എവിടെ വരെ പോകുമെന്ന് നോക്കാം. ഈ കാര്യങ്ങളെല്ലാം പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ഈ നിലയിൽ പ്രതികരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മാസപ്പടി കേസിൽ SFIയുടെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL സമർപ്പിച്ച ഹർജി ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് വിട്ടു. SFIO കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജിക്ക് നിലനിൽപ്പില്ലാതെ എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. കുറ്റപത്രം നൽകില്ലെന്ന വാക്കാലുള്ള ഉറപ്പ് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പ്രസാദ് നൽകിയെന്ന വാദം ഉയർത്തിയ സാഹചര്യത്തിലാണ് കേസ് ചീഫ് ജസ്റ്റിസിന്റെ തീരുമാനത്തിന് വിട്ടത്. ലഹരിക്കെതിരെ സംസ്ഥാനം തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നും വിപുലമായ കർമ്മപദ്ധതിക്ക് രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഈ വരുന്ന 17-ന് സർവകക്ഷി യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ മദ്യനയത്തിന് അംഗീകാരം നൽകി മന്ത്രിസഭാ യോഗം. ടൂറിസ്റ്റ് ആവശ്യം മുൻനിർത്തി 1-ാം തീയതിയും 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലിൽ ഇനി മുതൽ മദ്യം വിളമ്പാം. 5 നക്ഷത്ര സൗകര്യമുള്ള യാനങ്ങളിലും മദ്യം വിളമ്പാൻ അനുമതിയുണ്ട്. ട്രേഡേയിൽ കൂടുതൽ ഇളവ് വരുത്തിക്കൊണ്ടുള്ള മദ്യനയത്തിനാണ് ഒടുവിൽ അന്തിമ അംഗീകാരം നൽകുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന സായിഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ആനന്ദ്കുമാറിന്റെ നേരിട്ട് പങ്കുണ്ടതിൽ തെളിവുണ്ടെന്ന് കോടതി. ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയുള്ള ഉത്തരവിലാണ് നിർണായകമായ ഈ പരാമർശം. സ്കൂട്ടർ വാഗ്ദാനം ചെയ്ത വനിതകളിൽ നിന്ന് ട്രസ്റ്റ് നേരിട്ട് പണം കൈപ്പേന്റെ രേഖകൾ ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇടുക്കിയിലെ കട്ടപ്പനയിൽ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യാ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. കട്ടപ്പനം റൂറൽ ഡെവലപ്മെന്റ് സഹകരണ സൊസൈറ്റി സെക്രട്ടറി റെജി അബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ ജോസ്, ജൂനിയർ ക്ലർക്ക് ബിനോയ് തോമസ് എന്നിവരാണ് പ്രതികൾ. കട്ടപ്പന റൂറൽ സർവീസ് സഹകരണ സൊസൈറ്റിയിലെ നിക്ഷേപകനായിരുന്ന സാബു തോമസ് കഴിഞ്ഞ ഡിസംബർ 20-നാണ് ബാങ്കിന് മുന്നിൽ ആത്മഹത്യ ചെയ്തത്. മന്ത്രിക്ക് എസ്കോട്ട് പോയ പോലീസ് വാഹനം നിയന്ത്രണം വിട്ടു മറിഞ്ഞു. 2 പോലീസുകാർക്ക് പരിക്കേറ്റു. പത്തനാപുരം വാഴത്തോപ്പിലാണ് അപകടം നടന്നത്. മന്ത്രി OR കേളുവിന്റെ എസ്കോട്ട് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് വഴിയരികിലെ മതിൽ ഇടിച്ചു മറിയുകയായിരുന്നു. തല കീഴായി മറിഞ്ഞ വാഹനത്തിലുണ്ടായിരുന്ന 2 പോലീസുകാർക്കാണ് പരിക്കേറ്റത്. കേരള സർവകലാശാലയിലെ ഉത്തരക്കടലാസുകൾ നഷ്ടമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 2022-24 ഫിനാൻസ് സ്ട്രീം MBA ബാച്ചിലെ വിദ്യാർത്ഥികളുടെ 3-ാം സെമസ്റ്റർ ഫലമാണ് പ്രസിദ്ധീകരിച്ചത്. ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും പരീക്ഷ എഴുതിയ ICMലെ 65 കുട്ടികളും പരീക്ഷ പാസ്സായി. കേരളത്തിൽ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സമമാണെന്ന് ആവർത്തിച്ചു BJP സംസ്ഥാന പ്രസിഡന്റും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ. കേരളത്തിൽ നടമാടുന്ന പ്രീണന രാഷ്ട്രീയത്തിന് അറുതി വരുത്തേണ്ട സമയം സമാഗതമായിരിക്കുന്നുവെന്ന് സമൂഹമാധ്യമമായ Xൽ രാജീവ് ചന്ദ്രശേഖർ കുറിച്ചു. മുനമ്പത്തെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കാൻ നടത്തിയ ശ്രമങ്ങളെ പരാമർശിച്ചാണ് BJP അധ്യക്ഷന്റെ ഈ കുറിപ്പ്.
മെയ് 20 പ്രഖ്യാപിച്ച സംയുക്ത ദേശീയ പണിമുടക്കില്ലെന്ന് INTUC തീരുമാനം. CAT-യുമായി തൽക്കാലം സംയുക്ത സമരത്തിലില്ലെന്നാണ് INTUCയുടെ തീരുമാനം. KPCയുടെ നിർദ്ദേശപ്രകാരമാണ് INTUCയുടെ പിന്മാറ്റമെന്നാണ് വിവരം. സംയുക്ത സമരത്തിൽ നിന്ന് INTUC പിന്മാറുകയാണെന്ന് അറിയിച്ച് INTUC സംസ്ഥാന പ്രസിഡന്റ് R. ചന്ദ്രശേഖരൻ CAT സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇളമരം കരീമിന് കത്തയച്ചു. വഖഫ് നിയമത്തിൽ പ്രതിഷേധിച്ച് സോളിഡാരിറ്റി SIO സംഘടന നടത്തിയ കോഴിക്കോട് വിമാനത്താവളത്തിൽ മാർച്ചിൽ വൻ സംഘർഷം. എയർപോർട്ട് റോഡിലാണ് പോലീസും സമരക്കാരും തമ്മിൽ സംഘർഷം ഉണ്ടായത്. പോലീസ് അനുമതിയില്ലാതെയാണ് മാർച്ച് നടത്തിയത്. വിമാനത്താവളം ഉപരോധിക്കുന്നുമായിരുന്ന സമരക്കാർ പറഞ്ഞിരുന്ന സംഘർഷത്തെ തുടർന്ന് വിമാനത്താവളത്തേക്കുള്ള റോഡിൽ ഗതാഗതം അരമണിക്കൂർ നേരം തടസ്സപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ കേരളത്തിന് വായ്പയായി നൽകുന്ന 817 കോടി രൂപയുടെ VGF കരാർ ഒപ്പിട്ടു. കേരളത്തിന് വേണ്ടി ചീഫ് സെക്രട്ടറി സാരഥി മുരളീധരനാണ് കരാറിൽ ഒപ്പിട്ടത്. വിഴിഞ്ഞം തുറമുഖത്തിന് അഭിമാന നിമിഷമായി ലോകത്തെ ഏറ്റവും വലിയ ചരക്കപ്പലിൽ ഒന്ന് വിഴിഞ്ഞത്ത് എത്തി. MSCയുടെ ഭീമൻ കപ്പലായ തുർക്കിയാണ് വിഴിഞ്ഞത്ത് നങ്കുരമിട്ടത്. വിഴിഞ്ഞത്തെത്തുന്ന 257ാമത്തെ കപ്പലാണ് MSC തുർക്കി. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ MSC തുർക്കിയെ ടഗുകൾ നേരത്തെ അടുപ്പിക്കുകയായിരുന്നു. സിംഗപ്പൂരിൽ നിന്നാണ് MSC തുർക്കി വിഴിഞ്ഞത്തേക്ക് എത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരായ പരാമർശമില്ലാനുണ്ടായ സൈബർ അധിക്ഷേപത്തിൽ പ്രതികരണവുമായി മന്ത്രി KB ഗണേഷ് കുമാർ. തമാശയെപ്പോലും വൈരാഗ്യ ബുദ്ധിയോടെ കാണുന്നവരെ ഒന്നും ചെയ്യാനാകില്ലെന്നും കുഞ്ചൻ നമ്പ്യാർ നേരത്തെ മരിച്ചത് നന്നായെന്നും അല്ലെങ്കിൽ ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നേനെയെന്നും മന്ത്രി പറഞ്ഞു. മുസ്ലിം ലീഗ് നേതാവും മുൻ MLAയുമായ MC കമറുദ്ദീനും ഫാഷൻ ഗോൾഡ് MD TK പൂക്കോയ തങ്ങളും ED കസ്റ്റഡിയിൽ. നിയമവിരുദ്ധ പണമിടപാടിന്റെ പേരിലാണ് നടപടി. 2 ദിവസം മുമ്പാണ് ED രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തത്. പിന്നാലെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ED കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. കോഴിക്കോട് പോക്സോ കേസിൽ കുറ്റാരോപിതനായ LP എയ്ഡഡ് സ്കൂൾ അധ്യാപകനെയും സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിരുന്ന പ്രധാന അധ്യാപികയും സ്കൂൾ മാനേജർ സസ്പെൻഡ് ചെയ്തു. ഇവർക്കെതിരെയുള്ള കേസ് നിലനിൽക്കുമെന്ന് പോക്സോ കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഈ നടപടി. പാലക്കാട് ഒറ്റപ്പാലത്ത് നിന്ന് കാണാതെ അമ്മയും കുഞ്ഞുങ്ങളെയും തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇന്നലെ രാത്രി കണ്ടെത്തി. ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശിയുടെ ഭാര്യയെയും 2 മക്കളെയും ചൊവ്വാഴ്ച മുതലാണ് കാണാതെ. തുടർന്ന് കുടുംബാംഗങ്ങളും പോലീസും ഇവർക്കായി ഊർജിതമായ അന്വേഷണം നടത്തുന്നതിനെയാണ് കണ്ടെത്തിയത്. മൂവരും സുരക്ഷാണെന്ന് ഒറ്റപ്പാലം പോലീസ് അറിയിച്ചു. ഭരണഘടന അട്ടിമറിക്കാനും ആക്രമിക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാറിൽ ഇടിമിന്നലേറ്റ് 13 പേർ മരിച്ചു. ബെഗുസാരായ്, ദർഭംഗ, മധുബനി, സമസ്തിപൂർ എന്നീ ജില്ലകളിലാണ് സംഭവം. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ കൊച്ചുമകൾ സുഷമ ദേവി ഭർത്താവിന്റെ വെടിയേറ്റ് മരിച്ചു. ബീഹാറിലെ ഗയയിലാണ് സംഭവം. എയർ ഇന്ത്യ വിമാനത്തിൽ യാത്രക്കാരന്മേൽ സഹയാത്രികൻ മൂത്രമൊഴിച്ചതായി പരാതി. ദില്ലി ബാങ്കോക്ക് വിമാനയാത്രക്കിടെയാണ് സംഭവമുണ്ടായത്. വിമാനത്തിൽ പലതവണ യാത്രക്കാരന് മുന്നറിയിപ്പ് നൽകിയെങ്കിലും യാത്രക്കാരൻ ചെവികൊണ്ടില്ലെന്ന് ജീവനക്കാർ പറഞ്ഞു. വിഷയം പരിശോധിക്കാനും നടപടിയെടുക്കാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി വിളിച്ചുകൂട്ടുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയ 2008 മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതി തഹാവൂർ റാണയും കൊണ്ടുള്ള പ്രത്യേക വിമാനം US നിന്ന് ഇന്ത്യയിലേക്ക് പുറപ്പെട്ടു. ഇന്ന് ഉച്ചയോടെ തഹാവൂർ റാണ ഡൽഹിയിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപിന്റെ പകർച്ചവ്യാധിന് തിരിച്ചടിയുമായി വീണ്ടും ചൈന. ഇത്തവണ US ഉൽപ്പന്നങ്ങൾക്ക് 84% നികുതി ഉയർത്തിയിരിക്കുകയാണ് ചൈനയുടെ പകർച്ചവ്യാധിന് പ്രതികാരമായി 50% അധിക തീരുവ കൂടി ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചുമത്തിയാണ് ട്രംപ് മറുപടി നൽകിയത്. ഇതോടെ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 104% നികുതി ഉയർത്തിയിരുന്നു. താരിഫ് യുദ്ധത്തിൽ ഔഷധങ്ങളുടെയും വെറുതെ വിടാതെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഔഷധങ്ങൾക്കും ഇറക്കുമതി തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ പദ്ധതി അമേരിക്ക ആഭ്യന്തര വിപണിയെ ആശ്രയിക്കുന്ന ഇന്ത്യൻ ഔഷധ മേഖലയും ബാധിക്കുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. IPL ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിന് 52 റൺസിന്റെ തോൽവി. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഗുജറാത്ത് 53 പന്തിൽ 82 റൺസ് നേടിയ സായ് സുദർശൻ ബെഗ്വൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 217 റൺസ് എടുത്തു. എന്നാൽ കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന രാജസ്ഥാൻ 19.2 ഓവറിൽ 159 എല്ലാവരും പുറത്തായി. 52 റൺസ് നേടിയ ഷിംറോൺ ഹെറ്റ്മേയറും 40 റൺസ് എടുത്ത സഞ്ജു സാംസണും മാത്രമാണ് ഗുജറാത്തിന്റെ അല്പമെങ്കിലും പൊരുതിയത്. തുടർച്ചയായ 4ാം ജയത്തോടെ 8 പോയിന്റ് നേടിയ ഗുജറാത്ത് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി. 5 കളിൽ നിന്ന് 4 പോയിന്റ് മാത്രമുള്ള രാജസ്ഥാൻ നിലവിൽ 7ാം സ്ഥാനത്താണ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.